കിച്ചൺ ടീം എപ്പോഴും കളിയാണല്ലോ. അവർക്ക് എപ്പോഴും കളിക്കാലോ. നിന്നെ നിന്റെ കിച്ചു കണ്ടിട്ടുണ്ട്. അവനൊന്നും മൈൻഡ് പോലും ചെയ്തില്ലല്ലോ. എനിക്ക് തോന്നുന്നില്ല അവന് നിന്നോട് ഇഷ്ടമുണ്ടെന്ന്. ഹെടി, നിനക്കത് വെറുതെ തോന്നാ. അവൻ എന്നെ മൈൻഡൊക്കെ ആക്കാറുണ്ട്, പക്ഷെ എല്ലാവരുടെയും മുന്നിൽ വെച്ചത് കാണിക്കാറില്ല. അല്ലടാ, നിന്റെ പുറത്തേക്കുള്ള വിസ വന്നോ? നോക്കുന്നുണ്ട്. നാട്ടിൽ തന്നെ ഉണ്ടാക്കാനാ? അല്ലല്ലോ, ഇവിടുത്തെ ഫുട്ബോൾ അടി കളിച്ചിട്ട് ഒരു കാര്യമില്ല. ശരിയാ. നമ്മളെ കുഞ്ഞല്ലാതെ കുഞ്ഞാ എന്റെ കല്യാണൊക്കെ എന്തായി? അല്ല, നമ്മളെല്ലാം വിളിക്കുവാ. പൂയിഞ്ച പഠിച്ചോനെ, നിങ്ങളറിയൂല? ഇല്ല. നാട്ടിലൊക്കെ പാട്ടാ. ആരാ അറിയോ? ആരാ? നമ്മളെ രേഖേച്ചി. രേഖേച്ചിയോ? നീ അങ്ങനെ വളച്ചേ? വളയ്ക്കാനോ? നിങ്ങൾക്ക് ആളെ മനസ്സിലായില്ല? ഇല്ല. പോസ്റ്റ് ഓഫീസിന്റെ അടുത്തുള്ള ട്രേസർ ഓഫീസിന്റെ അടുത്ത് പറയരുതെന്ന് പറഞ്ഞു നമ്മളെ ബ്രോക്കർ. ആടല്ലേ വിളിക്കൂല കല്യാണത്തിന്? നീ അങ്ങനെ ഒപ്പിച്ചേ? അതൊക്കെ നമ്മളെ ഒപ്പിച്ച് ചോദിക്കട്ട്. നാണം ചെക്കണേ. കല്യാണം വിളിക്കണം. നെഞ്ചിലുള്ള ആര് നിന്റെ? രേഖേച്ചിയോ? നീ എങ്ങനെ ഒപ്പിച്ചേ? രേഖേച്ചി തന്ന. നീ ഇങ്ങനെ നടന്നോ? നീ എങ്ങനെ ഒപ്പിച്ചേ? അത് ബ്രോക്കർ പറഞ്ഞിട്ട് ആരോടും പറയണ്ടാന്ന്. അത് ഓൽക്ക് കുറച്ച് മോഡേൺ ആയിട്ടുള്ള ആൾക്കാരാ ഇഷ്ടം. ഇനി പിന്നെ മോഡേണായോണ്ട് പ്രശ്നം. അല്ല, എന്റെ പേരിന്റെ ഷർട്ടൊക്കെ അല്ല കേട്ടോ. ആരെ? രേഖേച്ചി പറഞ്ഞതാ. എങ്ങനെ കുറച്ചും കൂടി കേറ്റാൻ തോന്നുന്നു. ഫാഷൻ ഇതാ. ഇതാ ഫാഷൻ ഇതാ. എന്നാലും എന്റെ അതിലോള് വീണില്ലേ?